ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആതിരാസ് ഈസി ടോക്സ്. അപ്പോൾ ഇന്ന് എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഓഡായിട്ടുള്ള എപ്പിത്തലാമിയൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓതറിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത്യാവശ്യം ക്രിട്ടിക്കൽ കമൻസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എപ്പിത്തലാമിയൻ്റെ പോയം, അതിനകത്തുള്ള ജനറൽ ഫാക്ട്സും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് നോക്കിയ ശേഷം പിന്നീട് പോയത്തിൻ്റെ സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കുന്നതാണ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ അബൌട്ട് ദ പോയറ്റ് എഡ്മണ്ട് സ്പെൻസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം ഓർത്തിരിക്കുക, 1552 to 1599. ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് ദ എലിസബത്തൻ ഏജ്, ബോൺ ഇൻ ലണ്ടൻ. അപ്പം ഏത് പീരീഡിലാണ് അദ്ദേഹം വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. എലിസബത്തൻ ഏജിലെ റൈറ്ററാണ്. അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്. And his resting place, Poets' Corner, Westminster Abbey. He was called as the Poet's Poet by Charles Lamb. അദ്ദേഹത്തിനെ പോയിറ്റ്സ് പോയിറ്റ് എന്ന് വിളിച്ചത് ചാൾസ് ലാംബ് ആണ്. ബെസ്റ്റ് നോൺ ഫോർ ദ ഫെയറി ക്വീൻ, ആൻ എപ്പിക് പോം ആൻഡ് ഫാന്റാസ്റ്റിക്കൽ അലിഗറി. അപ്പോൾ അദ്ദേഹം ഫേമസ് ആകാൻ കാരണമായിട്ടുള്ള വർക്ക് ഒരിക്കലും നമ്മുടെ എപ്പിത്തലാമിയൻ മാത്രമല്ല, ബെസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എപ്പിക് പോയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയറി ക്വീൻ ആണ്. ഓക്കെ, ആൻഡ് ഹി വാസ് ഓൾസോ നോൺ ആസ് ദ സൺ ഓഫ് റെനൈസൻസ് ആൻഡ് റിഫോർമേഷൻ. അപ്പോൾ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ ഓഫ് റെനൈസൻസും മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷനും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ സൺ ഓഫ് റെനൈസൻസ് ആൻഡ് റിഫോർമേഷൻ ആരാണെന്ന് ചോദിച്ചാൽ എഡ്മണ്ട് സ്പെൻസറിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഹി ലവ്ഡ് ആൻഡ് മാരീഡ് എലിസബത്ത് ബോയിൽ ഇൻ 1594. ഈ ഒരു തീമാണ് നമ്മുടെ പോയമായിട്ടുള്ള എപ്പിത്തലാമിയനിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ വിത്ത് ഹിസ് പാട്രൺ വാൾട്ടർ റാലി, സ്പെൻസർ സെർവ്ഡ് അണ്ടർ ലോർഡ് ഗ്രേ ഡി വിൽട്ടൺ. അപ്പം ചോസറിന്റെ പാറ്റേൺ ആയിരുന്നു ജോൺ ഓഫ് ഗാണ്ട് ആയിരുന്നു നമ്മൾ കണ്ടു. അപ്പോൾ സ്പെൻസറിന്റെ പാറ്റേൺ ആണ് വാൾട്ടർ റാലി. ദെൻ ബെൻ ജോൺസൺ സെഡ്, സ്പെൻസർ റൈറ്റ് നോ ലാംഗ്വേജ്. W.B. Yeats called Spenser the first salaried moralist, and he is known as the prince of poets in his time. Okay, സ്ട്രക്ചർ ഓഫ് സ്പെൻസറിയൻ സ്റ്റാൻസ് എന്ന് പറയുന്നത് 9 ലൈൻ സ്റ്റാൻസ് ആയിരിക്കും. 9 ലൈൻ സ്റ്റാൻസ് പറഞ്ഞാൽ 8 അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ് ഫോളോഡ് ബൈ an അയാംബിക് ഹെക്സാമീറ്റർ. അത് 6 മീറ്റർ ലൈൻ ആയിരിക്കും. ഓക്കെ, ദെൻ ദ അയാംബിക് ഹെക്സാമീറ്റർ ഈസ് നോൺ ആസ്, ഈ ഒരു അയാംബിക് ഹെക്സാമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് അലക്സാൻഡ്രിയൻ. ദെൻ അദ്ദേഹത്തിന്റെ വർക്ക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് മേജർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ദ ഫെയറി ക്വീൻ ആണ്. 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബുക്സ് ആഡ് ചെയ്ത് വന്നതാണ് സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്നത്. 1590 1596 അദ്ദേഹത്തിന്റെ വർക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ആൻ ഇൻകംപ്ലീറ്റ് എപ്പിക് പോയം സെലിബ്രേറ്റിംഗ് ദ ട്യൂഡർ ഡൈനസ്റ്റി ആൻഡ് എലിസബത്ത് ഫസ്റ്റ്. സിഡ്നിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത വർക്കാണ് ദ ഷെപ്പേർഡ്സ് കലണ്ടർ എന്നും, അതുപോലെ തന്നെ സിഡ്നി എന്ന നമ്മുടെ സ്പെൻസർ സിഡ്നിയുടെ ഡെത്തിന് അദ്ദേഹം ഒരു പാസ്റ്റർ എലിജി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു എലിജിയാണ് ആസ്ട്രോഫിൽ എന്ന് പറയുന്നത്. തിരിഞ്ഞു പോരുത്. സ്പെൻസർ സിഡ്നിക്ക് എഴുതിയാണോ, സിഡ്നി സ്പെൻസറിന് എഴുതിയാണോ, തിരിഞ്ഞു പോരുത്. ആസ്ട്രോഫിലിന്റെ വർക്ക് എഴുതിയേക്കുന്ന ആരാന്ന് ഓർത്തിരിക്കുക, സ്പെൻസർ ആണ്. അപ്പം അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും, നമുക്ക് സിഡ്നി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഈ 2 പേരുകൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തിരിഞ്ഞു പോകുന്ന പേരുകളാണ്. അപ്പൊ ആസ്ട്രോഫിൽ എന്ന് പറഞ്ഞ വർക്ക് എഴുതിയത് സ്പെൻസർ ആണ്. ആൻഡ് ഇറ്റ് കമമറേറ്റ്സ് ദ ഡെത്ത് ഓഫ് സിഡ്നി. Then we have Epithalamion, 1595, a song of his own marriage with Elizabeth Boyle, dedicated to and it is dedicated to her. Okay, considered as the noblest wedding hymn in the English language. Then Epithalamion was published in 1596, a song on forthcoming marriage. It is a nuptial song that he composed that year on the occasion of the twin marriage on the daughters of the Earl of Worcester. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പിത്തലാമിയൻ അറിഞ്ഞിരിക്കേണ്ടത് 1595 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാരേജ് 1594 മാരേജ് ചെയ്തേക്കുന്നത് ആരാന്ന് ഓർത്തിരിക്കുക, എലിസബത്ത് ബോയൽ. ഓക്കെ, എപ്പിത്തലാമിയനിലേക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഫാക്ട്സ് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ എപ്പിത്തലാമിയൻ? എപ്പിത്തലാമിയൻ ഇസ് എ സോങ് ഓർ പോയം റിട്ടൺ എസ്പെഷ്യലി ഫോർ എ ബ്രൈഡ് ഓൺ ഹർ വേ ടു ദ മാരിറ്റൽ ചേംബർ. അപ്പൊ എപ്പിത്തലാമിയന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ഇതൊരു എപ്പിത്തലാമിയൻ ആസ് എ പോയം, ഇറ്റ് ഇസ് റിട്ടൺ ബൈ എഡ്മണ്ട് സ്പെൻസർ ആൻഡ് ഇറ്റ് ഇസ് ആൻ ഓഡ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ടു ഹിസ് ബ്രൈഡ് എലിസബത്ത് ബോയൽ on their wedding day. And it was first published in 1595, very important, in London by William Ponsonby as part of the volume entitled Amoretti and Epithalamion, written not long since by Spenser. Okay, Amoretti and Epithalamion എന്ന് പറഞ്ഞ വോളിയത്തിലാണ് ഇത് ആദ്യമായി പബ്ലിഷ് ചെയ്തേക്കുന്നത്. And it was published by William Ponsonby in the year 1595. It is a 24 stanza poem. 24 സ്റ്റാൻസാസ് ഉള്ള ഒരു പോയമാണ്
എപ്പിത്തലാമിയൻ എന്ന് പറയുന്നത്. അപ്പൊ 24 സ്റ്റാൻസസ് ഉണ്ടെങ്കിൽ ഇതിന് എത്ര ലൈൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് 433 ലൈൻസ് ആണ് ഈ പോയത്തിന് ഉള്ളത്. 433 ലൈൻസ് ആണ് ഈ ഒരു പോയത്തിന് ഉള്ളത്. Then Spenser meticulously recorded the hour of the day before dawn to late into the wedding day. Its 24 stanzas represent the 24 hours of Midsummer's Day. അപ്പോൾ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറാണ് 24 സ്റ്റാൻസയെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതുപോലെ 433 അയാംബിക് ലൈൻസ് ഓഫ് വേരിയിങ് ലെങ്ത് ആണ് ഈ ഒരു പോയത്തിൽ കാണുന്നത്. ചില ലൈൻസ് ഇത്ര സ്റ്റാൻസ, ചില ലൈൻസ് ഇത്ര സ്റ്റാൻസ. അതായത് ഇതിന് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലൈൻസ് 18 മിക്കവാറും 18, 19 ഈ ഒരു ലെങ്ത് ആണ് കൊടുത്തേക്കുന്നത് ചില സ്റ്റാൻസാസിന്. പക്ഷെ ഇടയ്ക്ക് മാത്രം ഒരു സ്റ്റാൻസയ്ക്ക് അദ്ദേഹം 17 ലൈൻസ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം അതിലെ ഒരു സ്റ്റാൻസ ഷോർട്ട് സ്റ്റാൻസ ആയതുകൊണ്ട് തന്നെ അതിനെ എൻവോയ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഓക്കെ, a short formal envoy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫോർമൽ സ്റ്റാൻസ വിച്ച് ഈസ് അപ്പൻഡഡ് ടു എ പോയം ബൈ വേ ഓഫ് കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോയത്തിന് കൊടുക്കുന്ന ഷോർട്ട് സ്റ്റാൻസയാണ് എൻവോയ്. അപ്പൊ 18 അല്ലെങ്കിൽ 19 ലൈൻസ് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഈ പോയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ലൈൻ മാത്രം 17 ലൈൻ സ്റ്റാൻസ ആയിരുന്നു. ഒരു സ്റ്റാൻസ മാത്രം 17 ലൈൻ സ്റ്റാൻസ ആണ്. അതിനെയാണ് എൻവോയ് എന്ന് അദ്ദേഹം. പിന്നെ എല്ലാ പോയത്തിന്റെ ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ "Ye learned sisters which have oftentimes been to me aiding others to adorn, whom ye thought worthy of your graceful rhymes, that even the greatest did not greatly scorn to hear thy names sung in your simple lays, but joyed in their praise." Last line, concluding lines എന്ന് പറയുന്നത് "Song made in lieu of many ornaments, with which my love should duly have been decked, which cutting off through nasty accidents, ye would not stay your due time to expect, but promise both to recompense." അപ്പൊ ഇതിനകത്ത് വരുന്ന ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഇത് ഏത് പോയത്തിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഏതൊരു പോയം എടുത്താലും അതിന്റെ ലൈൻസ് വായിക്കാതെ പോയി എക്സാമിന് ഇരിക്കരുത്. ഓക്കെ, "Be unto her a goodly ornament, and for short time an endless monument." അപ്പം ഇങ്ങനെയുള്ള എന്താ പറയുന്നത് കോമ്പൗണ്ട് വേർഡ്സ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. Then the structure of the poem. Structure of the poem പറ്റി പറയുകയാണെങ്കിൽ ഇതിന് റൈം സ്കീം ഒരു 15th സ്റ്റാൻസ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റാൻസയിലും ABABCC DEDEFF എന്ന റൈം സ്കീമിന്റെ പാറ്റേൺ പോയേക്കുന്നത്. പക്ഷെ ഒരു സ്റ്റാൻസയിൽ മാത്രം 15th സ്റ്റാൻസയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ FEGEHH എന്നതാണ് റൈം സ്കീം പോകുന്നത്. ഓക്കെ, അപ്പൊ 24 സ്റ്റാൻസസ് ഉണ്ട് വിത്ത് എയ്തർ 18 ലൈൻസ് ഓർ 19 ലൈൻസ്. പക്ഷെ ഒരു ലൈനിൽ മാത്രം ഒരു സ്റ്റാൻസ മാത്രം 17 ലൈൻസ് ഉള്ള ലൈൻസ് ആണ്. The last stanza is an envoy, a short formal stanza which is appended to a poem by a conclusion with 7 lines. There are 433 lines in total. Spenser, Marriage Ode by Edmund Spenser, originally published with his sonnet sequence Amity in 1595. It may have been intended as a culmination of the sonnets of Amity. The poem celebrates Spenser's marriage in 1594 to his second wife Elizabeth Boyle. Throughout the poem, Spenser makes many classical allusions to mythology. Epithalamion is a ode written to commemorate the nuptials of the speaker and his wife. The song begins before dawn and progresses through the wedding ceremony into the consummation night of the newlywed couple. Throughout Epithalamion, the speaker marks time by referencing the physical movement of the wedding party, the position of the suns and other celestial bodies, and the light and darkness that fill the. And ഈ ഒരു പോയം നോക്കുമ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് ഒരു ഡേ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രെയർ ആണെന്ന് കാണാൻ സാധിക്കും. ആ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സോങ് എന്ന രൂപത്തിൽ റെക്കോർഡ് ചെയ്യാണ്. അഡ്രസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബിലവഡിനെയാണ്. ഓടാണ് ഇതിൽ അഡ്രസ് ചെയ്യുന്നത്. ബിലവഡിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നിംസിനെയും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗ്രൂം കോൾസ് അപ്പോൺ ദ മ്യൂസസ് ടു ഇൻസ്പയർ ഹിം ടു പ്രോപ്പർലി സിംഗ് ദ ഫ്രേസസ് ഓഫ് ഹിസ് ബിലവഡ് ബ്രൈഡ്. അപ്പൊ കുറച്ച് ഒരു 9 ലേൺഡ് മ്യൂസസിനെ അദ്ദേഹം എന്താ പറയാ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത്, "ഞാൻ ഇത്രയും നാളും എഴുതിയ കവിതകൾ മനോഹരമാക്കി തീർത്തത്
നിങ്ങളാണ്. സോ ഇനി ഞാൻ എൻ്റെ ബിലവഡിനെ പറ്റി എഴുതാൻ പോകുന്ന കവിതയും അതുപോലെ മനോഹരമാക്കി തീർക്കണമെന്ന് ആദ്യം തന്നെ സ്പെൻസർ ഈ മ്യൂസസിനോട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഹി ക്ലെയിംസ് ഹി വിൽ സിംഗ് ടു ഹിംസെൽഫ് ആസ് ഓഫിയസ് ഡിഡ് ഫോർ ഹിസ് ഓൺ ബ്രൈഡ്. അതായത് തന്റെ പാട്ട് എങ്ങനെയാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസ് തന്റെ മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി പാടിയ ആ പാട്ട് അതുപോലെ മനോഹരമായിരിക്കണം. തന്റെ പാട്ട് ഓർഫീസിന്റെ പാട്ട് കേട്ട് അണ്ടർവേൾഡ് കിങ് ആയിട്ടുള്ള പ്ലൂട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജീവൻ നൽകി തിരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം മനോഹരമായിരിക്കണം ഞാൻ ഇന്ന് പാടാൻ പോകുന്ന എൻ്റെ ഈ പാട്ടുമെന്ന് സ്പെൻസർ പ്രാർത്ഥിക്കുന്നു. As with most of the following stanzas, the stanzas end with a refrain, the woods shall to me answer and my echo ring. അപ്പൊ ഈ ഒരു പോയത്തില് കണ്ടിന്യൂസ് എല്ലാ ലൈനിന്റെ ലാസ്റ്റ് ലൈൻ ഒരു റിഫ്രെയിൻ ആണ്. ഓർത്തിരിക്കുക ആ ലൈൻ എന്താണെന്ന്. The woods shall to me answer and my echo ring. Okay, then stanza number 2. Before the break of the day, the groom urges the muses to head to his beloved's bower there to awaken him. ശേഷം സ്പെൻസർ തന്റെ നവവധുവിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തണമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ മാരേജിന്റെ ദേവനായ ഹൈമനും ഒപ്പം ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവളെ മനോഹരമായി അലങ്കരിക്കാനും അവളെ തന്റെ ഭൂതകാലത്ത് നടന്ന ദുഃഖങ്ങളെല്ലാം മറന്ന് ഇനിയൊരു നല്ല കാലം, ഇനിയൊരു ഹാപ്പി ലൈഫ് തനിക്ക് ഉണ്ടാകണമെന്നും സ്പെൻസർ വിഷ് ചെയ്യുന്നു. The groom urges the muses to remind his bride that this is her wedding day, an occasion that will return her great delight for all the pains and sorrows past. അപ്പൊ പണ്ട് ഭാവിയിൽ അനുഭവിച്ചിരുന്ന വിഷമങ്ങളൊക്കെ ഇനി മായ്ച്ചു കളയുക. പുതിയൊരു ലൈഫിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പഴയ പണ്ടുണ്ടായ വിഷമങ്ങളൊക്കെ പോകട്ടെ. അപ്പൊ ഈ ഹൈമന്റെ റെഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഹൈമൻ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് മാരേജ് ആണ്. അതുപോലെ ഓർഫീസിന്റെ റെഫറൻസ് ഈ ഒരു ലൈനിൽ വരുന്നുണ്ട്. രണ്ടും ഓർത്തിരിക്കുക. Stanza number 3. The groom instructs the muses to summon all the nymphs they can to accompany them to the bridal chamber. അപ്പൊ എന്തൊക്കെ നീംസ് ഉണ്ടോ അവരെ എല്ലാം അദ്ദേഹം ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? തന്റെ ബ്രൈഡിന്റെ ചേംബറിലേക്ക് പോകാൻ, അവളെ വെഡിങ് ഡേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓദർ മ്യൂസസിനോട് നിങ്ങൾ നിംഫിനെയും വനദേവതകളെയും ഒപ്പം കൂട്ടി ലില്ലിപ്പൂക്കളാലും റോസാപ്പൂക്കളാലും നിർമ്മിച്ച വനമാല അവളിൽ ചാർത്തണമെന്ന് അറിയിക്കുന്നു. അതാണ് ബ്രൈഡൽ ബോവർ എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അവളുടെ മുറിയിൽ ഇതേപോലെ അലങ്കരിക്കണം. ഇതേപോലെ അവളെ എങ്ങനെ അലങ്കരിക്കുന്നോ അതുപോലെ തന്നെ അവളുടെ മുറിയും നിംസ് ദേവതകളായിട്ടുള്ള വനദേവതകളായിട്ടുള്ള നിങ്ങൾ അലങ്കരിക്കണം. തന്റെ പ്രാണസഖിയെ പാട്ടുപാടി ഉണർത്തണമെന്നും ആ പാട്ട് വനാന്തരങ്ങളിൽ പ്രതിധ്വനിക്കണമെന്നും കവി പറയുന്നു. If they do so, she will tread nothing but flowers on her procession from her rooms to the site of the wedding. As they adorn her doorways with flowers, their songs will awaken the bride. ഓക്കെ, അപ്പൊ പാട്ടുപാടി തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യണം എന്നാണ് സ്പെൻസർ ഓദർ റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ നല്ല കാഴ്ച കണ്ട് തന്നെ അവൾക്ക് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ഉണരാനായിട്ട് സാധിക്കും. ദെൻ സ്റ്റാൻസ 4. മുല്ല നദിയിലെ ദേവതമാരോടും ഓദർ തന്റെ കല്യാണത്തിന് വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ്, അതുകൊണ്ട് തന്നെ ആഹ്ലാദത്തിന്റെ സമയമാണെന്നും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷികൾ പാട്ട് പാടുന്നു. അപ്പം നല്ല പ്രഭാതത്തിൽ എണ്ണിക്കുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്നും കവി പറയുന്നുണ്ട്. തന്റെ പ്രിയതമയോട് നേരത്തെ തന്നെ എഴുന്നേൽക്കുവാൻ വേണ്ടി കവി ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ നിംസിനെ എല്ലാം എവിടേക്ക് പറഞ്ഞു വിടുന്നത്? വൈഫിന്റെ അല്ലെങ്കിൽ എലിസബത്ത് ബോയിലിന്റെ ചേംബറിലേക്ക്, ബ്രൈഡൽ ചേംബറിലേക്ക് പറഞ്ഞു വിടുന്നത്. ഓക്കെ, ദെൻ സ്റ്റാൻസ നമ്പർ 5. The groom now addresses bride directly to urge her to awaken. അപ്പൊ ഇത്രയും നേരം നിംസിനെ പറഞ്ഞു വിടുന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്രൂം ഡയറക്റ്റ് ആയിട്ട് ബ്രൈഡിനെ അഡ്രസ് ചെയ്യാണ്. അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്ക് അറിയില്ലേ, വേഗം എഴുന്നേൽക്കൂ. Sun is long since gone and Phoebus, the sun god, is showing his glorious head. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, ഇനിയും നീ ഉറങ്ങുകയാണോ? ഫീബസ് വന്നു. ഫീബസ് ആരാണ്? ദ സൺ ഗോഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്ലോറിയസ് ഹെഡ് കാണിക്കാൻ തുടങ്ങി. അതായത് സൂര്യൻ ഉദിച്ചു. The birds are already singing and the groom insists their song is a call to joy directed at the bride. അപ്പം ഈ പറഞ്ഞ ഈ പാട്ടുകൾ, കിളികളുടെ ആരവം, അതുപോലെ സൂര്യൻ ഉദിക്കുന്നു, ഇതെല്ലാം തന്റെ നവവധുവിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടേതാണ്, അതുകൊണ്ട് നീ ഇനിയും താമസിക്കാതെ നീ എത്രയും പെട്ടെന്ന് റെഡിയാവുക, ഇന്ന് നമ്മുടെ ദിവസമാണ് എന്ന് കവി തന്റെ ബ്രൈഡിനെ ഓർമ്മിപ്പിക്കുന്നു. Stanza 6.
The bride has finally awakened, and her eyes light to the sun with their godly beams more bright than Hesper's. പതുക്കെ അങ്ങനെ നമ്മുടെ ബ്രൈഡ് കണ്ണു തുറക്കുന്നു. അവളുടെ കണ്ണുകൾ എങ്ങനെയാണെന്നാ പറയുന്നത്? ഈവനിങ് സ്റ്റാർ ആയ ഹെസ്പറിനെ പോലെയാണ്. അത്ര മനോഹരിയാണ് അവൾ, അത്ര ബ്യൂട്ടിഫുൾ ആണ് അവളെ കാണാനായിട്ട്. ലവ് ഗോഡായ വീനസിന്റെ 3 പെൺകുട്ടികൾ അവളെ അലങ്കരിക്കണമെന്നും അവർ വീനസിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അവളെയും കാണണമെന്നും അലങ്കരിക്കുമ്പോൾ പാട്ട് പാടി ആ പാട്ട് വനാന്തരങ്ങളിൽ പ്രതിധ്വനിക്കണമെന്നും കവി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീനസിന്റെ ഇവിടെ കുറെ ഗ്രീക്ക് ആൻഡ് റോമൻ മിത്തോളജിയിലെ ഗോഡസിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ റെഫറൻസുകളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. Then stanza 7. The bride is ready with her attendant virgins. So now it's time for the groomsmen and the groom himself to prepare. അപ്പം ഓൾമോസ്റ്റ് ബ്രൈഡ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആരാ റെഡി ആവാനുള്ളത്? നമ്മുടെ ഗ്രൂം, നമ്മുടെ പോയറ്റ്, അദ്ദേഹം തന്നെ ഇനി റെഡി ആവാനുണ്ട്. The groom implores the sun to shine brightly but not hotly lest it burn his bride's fair skin. സൂര്യനോട് പറയുന്നുണ്ട് ചൂടാവണം, പക്ഷേ അതികഠിനമായ ചൂടാവാൻ പാടില്ല. തൻ്റെ പ്രിയതമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം നിന്റെ ചൂട് ഭൂമിയിൽ പതിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫീബസിനോട് ഒരു ദിവസം തൻ്റെ പ്രണയിനിക്ക് വേണ്ടി ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ആരാവശ്യപ്പെടുന്നു? നമ്മുടെ പോയിറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലവും താങ്കളെ പ്രശംസിച്ച് കവിതകൾ എഴുതാമെന്നും അത് വനാന്തരങ്ങളിൽ പ്രതിഫലിക്കുമെന്നും ആര് പറയുന്നു? കവി പറയുന്നു. അപ്പൊ പോയിറ്റ് ഫീബസ് ഗോഡിന് ഒരു ഓഫറിംഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റാൻസ നമ്പർ 8. The mortal wedding guest and entertainment moves into action. The minstrel play their music and sing, while women play their timbrels and dance. Young boys run through the street crying the wedding song, Hymen, oh Hymen, Hymen, for all to hear. And those hearing the cries applaud the boys and join in with the song. കല്യാണ സമയം അവിടെയും ഇവിടെയും ചെറിയ പെൺകുട്ടികൾ അവരുടെ സന്തോഷം പ്രകടമാക്കും വിധം പാട്ടുകൾ പാടി നൃത്തം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. While the boys are running up and down the town, and the word hymen is heard during that time, and that is the only word that echoed in the hill or wood. Okay, then number 9. ഈ ആഘോഷങ്ങൾക്ക് ഇടയിലൂടെ തന്റെ പെണ്ണ് വെളുത്ത ഫ്രോക്ക് അണിഞ്ഞ് ഒരു മാലാഖയെ പോലെ നടന്നു വരുന്നു എന്ന് കവി ഇവിടെ പറയുന്നു. The groom beholds his bride approaching and compares her to Phoebe, another name for Artemis, goddess of the moon, clad in white that seems a virgin vest. Okay, he finds her white attire so appropriate that she seems more angel than woman. അപ്പം ആ വൈറ്റ് ഡ്രസ് കളർ വളരെ അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, അവളെ ഇപ്പൊ കാണാൻ ഒരു വുമണിനെ പോലെ അല്ല, മറിച്ച് ഒരു ഏഞ്ചലിനെ പോലെ തന്നെ ഉണ്ട് എന്ന് നമ്മുടെ പോയിട്ട് പറയുന്നു. In modesty she avoids the gaze of the myriad admirers and blushes at the song of praise she is receiving. And stanza number 10. ഇത് കാണുന്ന പോയിട്ട് മറ്റൊരാളോട് ചോദിക്കുന്നു, അവിടെ നിൽക്കുന്ന മറ്റൊരാളോട് ചോദിക്കുന്നു, ടെൽ മീ യുവർ മെർച്ചന്റ്സ് ഡോട്ടർ, ഡിഡ് യു സീ സോ ഫെയർ എ ക്രീച്ചർ ഇൻ യുവർ ടൗൺ ബിഫോർ? ഇതുപോലൊരു യുവതിയെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഈ ടൗണിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കവി ചോദിക്കുന്നു. എന്നിട്ട് ഈ ഒരു സ്റ്റാൻസിൽ തന്നെ അദ്ദേഹം തൻ്റെ ബ്രൈഡിന്റെ ബ്യൂട്ടി അങ്ങേയറ്റം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് കണ്ണുകൾ മാണിക്യക്കല്ല് പോലെയാണെന്നും, നെറ്റി വെണ്മയാർന്ന ഐവറി പോലെയാണെന്നും, കവിൾ പഴുത്ത ആപ്പിൾ പോലെയാണെന്നും, ഇളം ചുണ്ടുകൾ സ്ട്രോബെറി പോലെയാണെന്നും, കഴുത്ത് മഞ്ഞു പോലെയുള്ള മാർബിൾ പോലെയാണെന്നും കവി അഡ്രസ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാൻസ നമ്പർ 11. പിന്നീട് പാട്ടുപാടി അവൾക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്ന മറ്റു പെൺകുട്ടികൾ അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോകുമെന്നും, പാട്ട് പാടുന്നത് നിർത്തരുതെന്നും, മയങ്ങിപ്പോയി കഴിഞ്ഞാൽ പാട്ട് പാടുന്നത് ഒരിക്കലും നിർത്തി പോകരുതെന്നും കവി അഭ്യർത്ഥിക്കുന്നു. അത്രയും മനോഹരിയാണ് തന്റെ വൈഫ് അല്ലെങ്കിൽ തന്റെ ബ്രൈഡ് എന്നാണ് പോയിട്ട് പറയുന്നത്. And he phrases her lively spirit, her sweet love, her chastity, her faith, her honor and her modesty. അവളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി പോലെ തന്നെ അവളുടെ ഇന്റേണൽ ബ്യൂട്ടിയും വളരെ മനോഹരമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റ് പെൺകുട്ടികൾ അവളെ കണ്ട് പഠിക്കണമെന്നും കവി ഇവിടെ പറഞ്ഞു പോകുന്നു. സ്റ്റാൻസ നമ്പർ 12. പള്ളിയുടെ വാതിൽ വൈഡായി തുറന്നു വയ്ക്കണമെന്നും എല്ലാ മര്യാദകളോടു കൂടി അവളെ അകത്തേക്ക് ക്ഷണിക്കണമെന്നും
കവി റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ തന്റെ എല്ലാ പ്രൈഡ്സും മാറ്റിവെച്ച് വളരെ ഭവ്യതയോടുകൂടി ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് കണ്ട് മറ്റ് പെൺകുട്ടികൾ പഠിക്കണമെന്നും ഓഥർ പറയുന്നു. അവളെ വരവേൽക്കുമ്പോൾ പാടുന്ന പാട്ട് വനാന്തരങ്ങളിൽ പ്രതിധ്വനിക്കണമെന്നും കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. Then stanza 30. The bride stands before the altar as a priest offers his blessing upon her and upon the marriage. അപ്പം പള്ളിയുടെ അകത്തേക്ക് കയറുന്നു. അവൾ ക്ഷമയോടുകൂടി ശാന്തമായി കണ്ണുകൾ താഴേക്ക് ഉറപ്പിച്ചു നിൽക്കുന്നു. അപ്പോൾ അവളുടെ കവിൾത്തടം റോസാപ്പൂവിന് മേൽ ഇളം മഞ്ഞ് പടരുന്നത് പോലെ ഉണ്ടാകുമെന്ന് കവി പറയുന്നു. ശേഷം അവളെ അത്യധിക സന്തോഷത്തോടു കൂടി അവളെ ഓഥർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. She blushes, causing the angels to forget their duties and encircles her, while the groom wonders why she should blush to give him her hand in marriage. In stanza number 40. The Christian part of the wedding ceremony is over and the groom asks that the bride to be brought home again and the celebration starts. അപ്പം ചർച്ചിലെ കാര്യങ്ങളൊക്കെ വെഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബ്രൈഡും ഗ്രൂമിന്റെ വീട്ടിലേക്ക് പാർട്ടിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഹി കോൾസ് ഫോർ ഫീസ്റ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അപ്പോൾ ഒരു വൈൻ പാർട്ടിയാണ് നടക്കുന്നത്. ടേണിംഗ് ഹിസ് അറ്റൻഷൻ ഫ്രം ദ ആൾമൈറ്റി ഗോഡ് ഓഫ് ദ ചർച്ച് ടു ദ ഗോഡ് ബേക്കേഴ്സ്, ഹൈമൻ ആൻഡ് ദ ഗ്രേസസ്. അപ്പം 3 റെഫറൻസ് കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഗോഡ് ഓഫ് ദ ചർച്ച് ടു ദ ഗോഡ് ബേക്കേഴ്സ്, ഹൈമൻ ആൻഡ് ദ ഗ്രേസസ്. അന്ന് വൈകുന്നേരം വൈൻ പാർട്ടിയിൽ വീട്ടിലുള്ള എല്ലാ ചുമരുകളിലും തൂണുകളിലും വൈനിൽ നനഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. Then the groom retires his affirmation that this day is holy and calls everyone to celebrate in response to the ringing bell. തന്റെ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആണെന്നും എല്ലാവരും ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തന്റെ ഒപ്പം ഉണ്ടാകണമെന്നും കവി ആഗ്രഹിക്കുന്നു. വർഷത്തിന്റെ ഏറ്റവും ദൈർഘ്യമുള്ള നാളാണ് അന്ന് എന്നും കവി പറയുന്നു. He exalts that the sun is so bright and the day so beautiful, then changes his tone to regret as he realizes his wedding is taking place on the summer solstice, the longest day of the year, and so his night nuptial bliss will be delayed all the longer yet last only brief. അപ്പം ഡേ ടൈം ലോങ്ങറും നൈറ്റ് ഷോർട്ടും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും പാർട്ടി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തന്റെ മനോഹരമായ ആ ഒരു രാത്രി തനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് കവി ആശങ്കപ്പെടുന്നു. അന്ന് രാത്രി തന്റെയും തന്റെ പ്രിയതമയുടെയും രാത്രിയാണ് എന്ന് ഓർത്ത് കവി പാർട്ടി മതിയാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. The groom continued his frustrated complaint that the day is too long but grows hopefully as at last the evening begins its arrival. Seeing the evening star in the east, he addresses is as fire child of beauty, glorious lamp of love, urging it to come forward and hasten the time for the newlyweds to consummate their marriage. So now it's time to consummate their marriage. Stanza 70. മണിയറ പൂക്കളാലും നറുമണത്താലും അലങ്കരിക്കപ്പെട്ടതായിരിക്കും. ഈ രാത്രി തനിക്കും തന്റെ ബ്രൈഡിനും ഒരു മോശകാര്യം സംഭവിക്കരുത് എന്ന് കവി പ്രാർത്ഥിക്കുന്നു. And he is eager to be alone with his bride and compares the sight of her lying in bed to that of Emea, the mountain goddess with whom Zeus conceives Hermon. അത് again another reference ഈ ഒരു stanza കൊടുക്കുന്നുണ്ട്. Then stanza number 18. Night has come at last and the groom asks night to cover and protect them. He makes another comparison to mythology. This time Zeus affairs with Alcmene and his affair with night herself. ഇങ്ങനെ ഒരു രാത്രിയിലാണ് ജോബ് ജൂപ്പിറ്റർ, സിയൂസ്, ജോബും അൽമെനയും കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്നു. അവർക്ക് ഹെർക്കുലസിനെ പോലൊരു മകൻ ജനിക്കുന്നതും അങ്ങനെയാണ്. അതുപോലെ തങ്ങൾക്കും സംഭവിക്കട്ടെ എന്ന് കവി ചിന്തിക്കുന്നു. Then stanza number 19. The groom prays that no evil spirits or bad thoughts would reach the newlyweds this night. The entire stanza is list of possible dangers he pleads to leave them alone. ഈ രാത്രിയിൽ ഒരു തരത്തിലുമുള്ള ഭയമോ മറ്റ് ആശങ്കകളോ ദുസ്വപ്നങ്ങളോ ഒന്നും തന്നെ തന്റെ ലൈഫിലേക്ക് കടന്നു വരരുതെന്നും ദുശകുരങ്ങളായ മൂങ്ങ, കഴുകൻ പോലെയുള്ള പക്ഷികളൊന്നും ഈ പരിസരത്ത് വരരുത് എന്നും റൈറ്റർ പ്രാർത്ഥിക്കുന്നു. Stanza 20. The groom bids silence to prevail and sleep to come when it is proper time. Until then, he encourages the 100 little winged loaves to fly about the wings. These tiny cupids are to enjoy themselves as much as possible until daybreak.
തങ്ങൾ ഉറങ്ങുമ്പോൾ ചെറിയ ചിറകുള്ള ദേവതകൾ തങ്ങളെ സംരക്ഷിക്കണമെന്നും ഇനിയുള്ള കാലം സ്നേഹത്തോടെ സന്തോഷങ്ങൾ ഇരട്ടിയാക്കാൻ തനിക്ക് കഴിയണമെന്നും കവി പ്രാർത്ഥിക്കുന്നു. Then stanza 21. The groom notices Cynthia, the moon, peering through his window and prays to her for a favorable wedding night. മൂൺ ഗോഡസായ സിന്ധ്യ ജനൽ വഴി എത്തി നോക്കുന്നത് കാണുന്ന ഇതുകൊണ്ട് നീ അസൂയപ്പെടരുതെന്ന് സിന്ധ്യയോട് കവി പറയുന്നുണ്ട്. Okay. He specially asks that she make his bride chaste womb fertile this night. Then stanza 22. The groom adds more deities to his list of patron. He asks Juno, wife of Zeus, and goddess of marriage, to make their union strong and sacred, then turns her attention towards making it fruitful. So, too, he asks Hebe and Hymen to do the same for them. Goddess of fertilityയോട് തനിക്കും തന്റെ ബിലവഡിനും നല്ല കുട്ടികളെ തരണമെന്നും അവർ ഹെറയുടെയും ഹൈമന്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ തന്റെ തലമുറകൾ എന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്നും കവി പ്രാർത്ഥിക്കുന്നു. ഇതിനായി ദൈവം അവരെ അനുഗ്രഹിക്കണമെന്നും അവർക്ക് നല്ല ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ കൊടുക്കണമെന്നും കവി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The groom utters an all-encompassing prayers to all the gods in the heaven, and that they might bless this marriage. He asks them to give him large posterity, that he may raise up generation of followers to ascend to the heavens in praise of the God. അപ്പൊ നല്ലൊരു തലമുറയെ തനിക്ക് നൽകാൻ സാധിക്കണമെന്ന് കവി പ്രാർത്ഥിക്കുന്നു. He then encourages his bride to rest in hope of their becoming parents. The groom addresses his song with the charge to be a godly ornament for his bride, whom he feels deserving many physical adornment as well. Time was too short to procure that outward decorations for his beloved. So, the groom hopes his ode will be an endless monument to her. So, here comes the end of the poem. And now let us look at some questions based on this poem, Epithalamion. Question number 1. Who called Spenser the poet's Charles Lamb? Epithalamion is an ode written to his bride, Elizabeth Boyle. An epithalamion is a poem celebrating marriage. The poem has 24 stanzas. The last stanza is an envoy. How many lines are there? 433 lines. God of marriage referred in the poem as Hymen. In which stanza the poet addresses the bride? In the 5th stanza. Epithalamion published in 1595 and published along with Amoretti, published by William Ponsonby. How many sonnets are there in Amoretti? It is 89. Which is a poem included in Amoretti apart from the sonnets and Epithalamion? Anachronotics. Then 24 stanzas represents 24 days in a life. The concluding stanza has 7 lines. It's an envoy. How does the ode begins? It begins with an invocation to the muses. Who is Phoebus? Phoebus is the sun god and Phoebe is the moon goddess. തിരിഞ്ഞു വരുന്നത് Phoebus sun godum, Phoebe moon goddess ആണ്. Which Trojan prince is mentioned in the poem? Tithonus. After the bride awakens, her eyes are brighter than Hesper's. Who sing the wedding song? Hymen or Hymen? Hymen. It is the young boys. Who is Artemis? It is the goddess of moon. The bride's eye or foreheads are like to sapphires and irony. The bride's cheeks and lips are compared to apples and cherries. Okay, നോട്ട്സിൽ ഈ MCQ'സും കുറച്ചധികം MCQ questions ആഡ് ചെയ്യുന്നതാണ്. So, thank you.